Hello everyone, welcome back again to my channel. Welcome to Easy Foods. ഇന്നൊരു അറബിക് ഡെസേർട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അലി ഇത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂടോടെയും തണുപ്പിച്ചും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണ്. നമ്മളുടെ ബ്രെഡ് പുഡിങ്ങിനേത് സമാനമായിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണിത്. അപ്പോൾ അലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ഈസി ഫുഡ്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. അപ്പോൾ നമുക്ക് അലി ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അലിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം, ഉണക്കമുന്തിരി, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, തേങ്ങാപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, 2 കഷ്ണം സിന്നമണ്ണും, ഒരു 4 ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ച് വെക്കണം. പിന്നീട് വേണ്ടത് ബ്രെഡ് സ്ലൈസസ്. നമ്മളിത് പല മെത്തേഡിലും ഉണ്ടാക്കും. ഞാനിന്നിവിടെ ചെയ്യുന്നത് ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നട്ട്സ് എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര, കറുവപ്പട്ടയും ഏലക്കായും ചേർത്ത് പൊടിച്ചും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് പ്രത്യേകം കറുവപ്പട്ടയും ഏലക്കായും പൊടിച്ചതുണ്ടെങ്കിൽ അത് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പഞ്ചസാര പൊടിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇതിന് പുറമെ പഞ്ചസാരക്ക് പുറമെ നമ്മൾ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി നമ്മളുടെ ബ്രെഡ് സ്ലൈസസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ടോസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡിൽ നമ്മൾ അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ സൈസിനനുസരിച്ച് എത്ര ലെയർ വേണമെന്നതിനും അനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡ് സ്ലൈസസ് എടുക്കാം. അതുപോലെ നട്ട്സിനും ഒരു കൃത്യമായിട്ട് അളവ് ഞാൻ പറയുന്നില്ല. അത് നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ ബ്രെഡിലെല്ലാം ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. 2 സൈഡും നല്ല ക്രിസ്പായിട്ട് ഇങ്ങനെ പൊട്ടുന്ന പരുവത്തിൽ വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഈ ബ്രെഡിലേക്ക് ഒഴിച്ചെടുക്കാനുള്ള പാൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു 2.25 കപ്പോളം പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്ത ബ്രെഡ് സ്ലൈസസിന് കണക്കാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പാലിന് കട്ടി കുറവാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാൻ എടുത്തത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ്. പക്ഷേ ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് കട്ടി കുറവാണെങ്കിൽ ഈ പാലിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ 2 സിന്നമണ്ണും 4 ഏലക്കായും കൂടെ ചേർത്ത് വെച്ചിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നീട് ഒരല്പം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് നല്ല തിക്കാക്കി എടുക്കണം. ഒരുപാട് വറ്റിക്കണം എന്നൊന്നുമില്ല. എന്നാൽ തിളച്ച് പൊങ്ങിയതിന് ശേഷം സിമ്മിലിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതവിടെ മാറ്റി വെക്കാം. ഇനി ടോപ്പിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീം മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 200 മില്ലി കുക്കിംഗ് ക്രീമും 200 മില്ലി മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് നമുക്ക് ഒരു ലെയർ ബ്രെഡ് സ്ലൈസസ് നിരത്തി കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഉണക്കമുന്തിരി ഇട്ടെടുക്കാം, ബദാം ക്രഷ് ചെയ്തത് ഇട്ടെടുക്കാം, പിസ്താഷ്യോ ഇട്ടെടുക്കാം, കാഷ്യൂ നട്ട്സ് ചേർത്തെടുക്കാം, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തെടുക്കാം. ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറാണ് നമ്മളിത് കഴിക്കുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ബസ്ബുസയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേങ്ങ പൂണ്ടെടുത്തിട്ട് അതിൻ്റെ കറുപ്പ് ഭാഗം ചുരണ്ടി കളഞ്ഞിട്ട് നമുക്കിത് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കളർ മാറാത്ത രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നേ ഉള്ളൂ. അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ ബ്രെഡ് സ്ലൈസസ് നിരത്തി കൊടുക്കാം. വീണ്ടും നമ്മൾ നേരത്തെ കാണിച്ച അതേ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. ടോപ്പിലായിട്ട് വീണ്ടും ബ്രെഡ് സ്ലൈസസ് നിരത്തി കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ചെടുത്ത പാല് ആ ചൂടോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ആ തിളച്ച് ഒട്ടും ചൂട് കുറയാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ബ്രെഡ് സ്ലൈസസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് നട്ട്സും ഡെസിക്കേറ്റഡ് കോക്കനട്ട്സും ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഒരു 20-25 മിനിറ്റ് സമയം ഒന്ന് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കണം. മുകൾ ഭാഗം കരിഞ്ഞു പോവാത്ത രീതിയിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിയിൽ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളടുത്ത് ഒരു ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാറില്ലേ, ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചൂടോടുകൂടിയും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും അലി സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അലിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാ മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.